ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേക്ക് ആൻഡ് ടെക്. ഞാൻ പ്രീതി മഹേഷ്. ഇന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കാം. നമുക്ക് ആദ്യം ബിരിയാണി ഉണ്ടാക്കാം. ബിരിയാണി ഉണ്ടാക്കാൻ നമ്മൾക്ക് ആദ്യം റൈസ് കുക്ക് ചെയ്യാം. അപ്പോൾ റൈസ് കുക്ക് ചെയ്യാൻ ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നെയ്യ് വേണം, ആവശ്യത്തിന് നെയ്യ്, വെളുത്തുള്ളി ആവശ്യത്തിന്, ഇഞ്ചി ആവശ്യത്തിന്, പച്ചമുളക് ഒരു 5 എണ്ണം, ഒരു ക്യാരറ്റ്, അത് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ക്യാരറ്റ്. പിന്നെ വേണ്ടത് സവാള, 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും, പിന്നെ ഒരു 3 വലിയ സവാള കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്ത് പേസ്റ്റ് ആക്കിയതും ആയിരിക്കണം. പിന്നെ ഒരു നാരങ്ങ, പിന്നെ ഒരു കപ്പ് തൈര്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാല, പട്ടയും ഗ്രാമ്പുവും ഏലക്കയും മുഴുവനായിട്ടും വേണം, മസാലയും വേണം. ഇനി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കൊരു പാൻ കത്തിച്ച് കിസ്മിസും കാഷ്യൂനട്ടും നമുക്കൊന്ന് വറുത്തെടുക്കാം. കുറച്ച് നെയ്യിൽ കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. തീ കുറച്ച് വെച്ച് വേണം വറുക്കാൻ. കാഷ്യൂനട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും, ലൈറ്റായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേനും നമുക്ക് അതിനെ എടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്, നമുക്കൊന്ന് ജസ്റ്റ് അതിനെടുത്ത് മാറ്റാം. എന്നിട്ട് അതേ നെയ്യിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. 2 സവാള നമ്മൾ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്, കനം കുറച്ചാണ് കട്ട് ചെയ്തത് എടുക്കാം. ആ നെയ്യിലേക്കിട്ട് നമുക്കൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് റൈസ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ടതിന് ശേഷം കുറച്ച് ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഒരു 1/4 ടീസ്പൂണും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇടാൻ താല്പര്യമില്ലെങ്കിൽ അത് ഇടേണ്ട ആവശ്യമില്ല റൈസ് കുക്ക് ചെയ്യാൻ സമയത്ത്. ഇതുകൂടി ഇടുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി നല്ല ടേസ്റ്റായിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാനിത് ഇടുന്നത്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട്. ക്യാരറ്റ് ഒന്ന് വാടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇടാൻ പറ്റും. ഇത് ബിരിയാണിയിൽ സാധാരണ ക്യാരറ്റൊന്നും ഇടാറില്ല, പക്ഷേ ഞാൻ ഇടാം. ജസ്റ്റ് ഒന്ന് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇടാം. നന്നായിട്ട് വാടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന അരി നന്നായിട്ട് കഴുകി കുതിർക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ തന്നെ. എന്നിട്ട് അതിനെ വാർത്ത് വെച്ചു. അതിനെയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ടേക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഇനി ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 2.5 ഗ്ലാസ് വെള്ളം.
അതായത് അരി മുങ്ങിക്കിടക്കാത്തക്ക വിധത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ 1.5 കപ്പ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നാരങ്ങ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിലൊരു ഹാഫ് പീസ് നാരങ്ങ നീര് ഈ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് മൂടി വെച്ച് ഇനി നമുക്ക് ഒരു 2 അല്ലെങ്കിൽ ഒരു 2 വിസിൽ കേൾക്കുമ്പം സിമ്മിലിട്ടിട്ട് 2 വിസിൽ കേൾക്കുമ്പം നമുക്ക് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ ആ ചൂട്ടിൽ ആവിയിലിരുന്ന് ചോറ് നന്നായിട്ട് വെന്തോളും. 2 വിസിൽ കേട്ട് 10 മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് നന്നായിട്ട് അതിരുന്ന് വെന്തതിന് ശേഷം ഞാൻ ആവി പോയതിനു ശേഷം തുറന്ന് നോക്കുകയാണ്. ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഗാർണിഷ് ചെയ്യാം. നമ്മുടെ ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ പീസസ് വലിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് പകുതി നാരങ്ങാനീരൊഴിക്കാം. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ നേരത്തെ എടുത്തത് ഇടാം. പിന്നെ ഒരു 1/4 കിലോ മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ ഒരു ചുമന്ന മുളക് പൊടി 2 ടേബിൾ സ്പൂൺ. പിന്നെ ആവശ്യത്തിന് 1 കപ്പ് തൈര്, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണിത്. ഇനി നമുക്ക് ഇതിനെ വറുത്തെടുക്കാം. ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം എണ്ണ നല്ല ചൂടായതിന് ശേഷം ഓരോ പീസസായിട്ടിട്ട് ഡീപ്പ് ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല, ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കളർ മാറി കിട്ടിയാൽ മതി. കുറച്ച് എണ്ണയിൽ ചൂടാക്കി എടുത്താൽ മതി. കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇടയ്ക്കൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കുക. കരിഞ്ഞു പോവാതെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. നമുക്കിനി അത് കറിയെല്ലാം ഇട്ട് നമുക്കൊന്നുകൂടി വേവിക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കതെല്ലാം കോരി മാറ്റാം. നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ തന്നെ. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെ ബാക്കിയുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുത്ത് പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത സവാളയിൽ നിന്ന് കുറച്ച് സവാള മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ സവാളയോളം വലിപ്പമായിരുന്നു അതും കൂടി നമുക്ക് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള സവാള അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുക. എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചപ്പോൾ അതിനകത്ത് തൈര്, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. ഫ്രൈ ചെയ്യാൻ വെച്ച കൂട്ടിൻ്റെ ബാലൻസ് അതുകൂടി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നതിൻ്റെ ബാലൻസ്. ഇനി നമുക്ക് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടത്
തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ചിക്കനും നമുക്ക് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എല്ലാ ചിക്കനും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ഒന്ന് വറുത്തെടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. തീ ഒരുപാട് കൂട്ടി വെക്കരുത്, കരിഞ്ഞു പോകരുത് പൊടികളൊന്നും. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഗ്രേവി കുറച്ച് തിക്കായിട്ടായിരിക്കും വരുന്നത് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ. ഓക്കെ, നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.